അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചു. ഉസ്താദ്, എൻ്റെ കുട്ടി പഠിക്കുന്നില്ല, പഠിക്കാൻ എന്താണ് ഒരു മാർഗം? എൻ്റെ മോൾക്ക് എക്സാമാണ്, എക്സാമിൽ വിജയിക്കാൻ എന്തെങ്കിലും ഒരു അമൽ പറഞ്ഞു തരുമോ? അതല്ലെങ്കിൽ നന്നായി പഠിച്ചിരുന്നു ഉസ്താദ്, ഇപ്പം തീരെ പഠിക്കുന്നില്ല, ഇതിനൊക്കെ പറ്റുന്നൊരു അമൽ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പഠനം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് വേണ്ടത് ഒരു കിണറിലെ വെള്ളമാണ്. കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കുക, ഒരു കുപ്പിയിൽ നിറക്കുക. ആ കുപ്പിയിലേക്ക് സൂറത്തുൽ അലം നശ്റഅ ലക സദ്റക് എന്ന് പറയുന്ന സൂറത്തുണ്ട്. അലം നശ്റഅ ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത്, ആ സൂറത്തിനെ 101 പ്രാവശ്യം ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. എങ്ങനെയാണ്? കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് അലം നശ്റഅ ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത് 101 പ്രാവശ്യം മന്ത്രിക്കുക. മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു 10 പ്രാവശ്യമൊക്കെ മന്ത്രിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പറയുക: അള്ളാഹുവേ, ഞാൻ ഈ ഓതുന്ന ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഞാൻ ഈ ഓതുന്ന ഖുർആനിലെ ആയത്തുകളുടെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ, എനിക്ക് നല്ല ഒരു, ഞാൻ ഈ ഓതുന്ന ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഞാൻ ഈ ഓതുന്ന ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇതിലെ ഓരോ ഹറഫുകളുടെയും ബർക്കത്ത് കൊണ്ട് പടച്ചോനെ, എൻ്റെ മകന് നന്നായി പഠിക്കാനുള്ള ബുദ്ധി നീ കൊടുക്കണേ അല്ലാ, നന്നായി പഠിക്കാനുള്ള അഖ്ല് കൊടുക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അങ്ങനെ 101 പ്രാവശ്യം മന്ത്രിച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്യുക? നമ്മുടെ കുട്ടികൾക്ക് സുബഹിക്ക് ശേഷം ഒരു 3 ടീസ്പൂൺ കഴിക്കാൻ കൊടുക്കാം. നമ്മൾ സാധാ മരുന്നൊക്കെ കഴിക്കാൻ കൊടുക്കുമല്ലോ, എന്നതുപോലെ ഒരു 3 ടീസ്പൂൺ കഴിക്കാൻ കൊടുക്കുക. കഴിക്കുമ്പോൾ അള്ളാഹുവേ, ഇത് കഴിക്കുന്നതോടുകൂടി അവന് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, നിൻ്റെ ഖുർആനിൻ്റെ ബർക്കത്തോണ്ട് നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഒരു മാറ്റം വരുമെന്ന് വിശ്വസിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് അലസതയും പഠിക്കാനുള്ള ബോറടിയൊക്കെ മാറും. ഇൻഷാ അല്ലാഹ് എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ പേനയിൽ എന്ത് ചെയ്യുക? അലം നശ്റഅ ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവെ, പഠിച്ചത് ഓർത്തെടുത്ത് എഴുതാനുള്ള ഒരു ബുദ്ധി തരണേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ പഠിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഈ അമൽ പറ്റും. ഇൻഷാ അല്ലാഹ് ധൈര്യമായി ചെയ്തോളൂ.